അടുത്ത നവംബർ 2025 നവംബർ മാസം 1-ാം തീയതി കേരള പിറവി ദിനം. ആ ദിനത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി അതിദാരിദ്ര്യം അനുഭവിക്കാത്ത മനുഷ്യരെ പൂർണ്ണമായ അർത്ഥത്തിൽ ഉൾക്കൊള്ളുന്ന ഏക സംസ്ഥാനമായി ഈ കേരളത്തെ മാറ്റുക എന്ന ലക്ഷ്യം വരുന്ന നവംബറിൽ പൂർത്തിയാക്കാൻ പോവുകയാണ്. ഇതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. കാസർഗോഡ് നമ്മൾ ജയിക്കുന്നു തന്നെയാണ് വിചാരിച്ചിരുന്നത്. ചെറിയ വോട്ടിന് കണക്കിലൊന്നും ജയിക്കുന്നില്ല. ബാലകൃഷ്ണൻ മാഷോട് ഞാൻ വിളിച്ച് ചോദിച്ചതാണ്. ബാലകൃഷ്ണൻ മാഷ് പറഞ്ഞു കണക്കൊക്കെ നോക്കുമ്പോൾ കുറച്ച് പിറകിലാണ്, എന്നാലും ജയിക്കാൻ സാധ്യതയുണ്ട്. സഖാക്കൾ പറഞ്ഞത് കണക്ക് തന്നത് പൂർണ്ണമായി ലഭിക്കുന്നത് മുഴുവനായിട്ടില്ല. അപ്പോൾ ചെറിയ വോട്ടിന് നമുക്ക് കടന്നു പോകാം. കണ്ണൂർക്കാരും പറഞ്ഞത് നല്ല കണക്ക് തന്നെയാണ്, ജയിക്കുന്ന കണക്കാണ്, വലിയ രീതിയിൽ ജയിക്കും, 50-54,000 വോട്ടിന് ജയിക്കുന്ന. വടകരക്കാർ പറഞ്ഞത് ജയിക്കാൻ സാധ്യത കുറവാണ്. നമ്പർ നോക്കുമ്പോൾ ഒരു 900 വോട്ടിൻ്റെ കണക്കേ ഉള്ളൂ ജയത്തിന്. അപ്പോൾ ജയിക്കുന്നുള്ളൊരു ഉറപ്പില്ല എന്നാണ് ശൈലജ ടീച്ചറെ പറ്റി. വിളംബരം കരീമിനെ പറ്റി സംശയം ഉണ്ടായിരുന്നില്ല, നല്ല ജയമാണ് കണക്കിൽ. പക്ഷേ ലക്ഷക്കണക്കിന് വോട്ടിനാണ് തോറ്റേ. എന്തേ ഈ ഒരു അവസ്ഥ? വെറുതെ അപ്പുറം ഇപ്പുറം നോക്കിയിട്ട് കാര്യമില്ലേ? എന്തുകൊണ്ട് തോറ്റു? എന്തുകൊണ്ട് ഈ കണക്ക് ശരിയായി? തോക്കാവാണെങ്കിൽ തോക്കുന്നത് ശരി, തോൽക്കുന്നതിൽ വലിയ അനുഭവമൊന്നുമില്ല. എന്നാൽ ഈ 1,00,000-ലധികം വോട്ടിന് തോക്കുന്നത് എന്തുകൊണ്ടാണ്? ഞങ്ങളതിൻ്റെ റിവ്യൂവിൻ്റെ ഭാഗമായിട്ട് പരിശോധിച്ചപ്പോൾ പറഞ്ഞു, നമ്മളെടുക്കുന്ന അടവ് നിലപാട് കേരളത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. അത് ശരിയാണ്. കാരണം മോഡി ഭയത്തിൽ മോഡിയെ പ്രതിരോധിക്കാൻ നമ്മൾ 55 സീറ്റിലെ ആകെ മത്സരിക്കുന്നത്. ഈ 55 സീറ്റ് കൊണ്ടാവില്ല എന്നെല്ലാവർക്കും അറിയാം. അപ്പോൾ ഇവിടെ എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അങ്ങനെയാണ്, ഈ തെരഞ്ഞെടുപ്പിലും അങ്ങനെയാണ്, അത് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനുമാണ് എന്ന ധാരണയാണ്. ഇതിൻ്റെ ഒപ്പം ചേർന്ന് UDF 1,00,000 വോട്ടിന് ജയിച്ചിരിക്കുന്നു, രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് ഇവിടെ നിങ്ങൾ ധരിക്കണ്ട. ഇവിടെ ഉൾപ്പെടെയുള്ള കേരളത്തിലെ ഓരോ മണ്ഡലത്തെയും ഞങ്ങൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നോക്കിയപ്പോൾ കണ്ട ചിത്രം എന്താ? മുസ്ലിം സാന്ദ്രത കൂടുതലുള്ള നിയോജക മണ്ഡലങ്ങളിൽ തീവ്രവാദ പ്രസ്ഥാനമായ ജമാഅത്തെ ഇസ്ലാമിൻ്റെ സ്വാധീനമുണ്ട്, SDPIയുടെ സ്വാധീനമുണ്ട്. ഈ SDPIയും ജമാഅത്തെ ഇസ്ലാമിയും യഥാർത്ഥത്തിൽ UDFൻ്റെ ഭാഗമല്ല. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് ആണ് ജയിക്കേണ്ടത് എന്ന ക്യാമ്പയിൻ്റെ മുന്നിൽ നിന്ന് വർഗീയ ധ്രുവീകരണത്തിന്, ന്യൂനപക്ഷ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി പ്രവർത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമാണ് ജമാഅത്തെ ഇസ്ലാമിയും SDPIയും. മുസ്ലിം ജനസാമാന്യത്തിലേക്ക് നല്ലതുപോലെ കടന്നു കയറി മാസ് ബേസ് ഉള്ള മുസ്ലിം ലീഗിൻ്റെ അണികളെ തന്നെ ഇതിൻ്റെ ഭാഗമാക്കി മാറ്റി അതിൻ്റെ ഗുണഭോക്താവായി കോൺഗ്രസ് നിൽക്കുകയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലത്തിലും 20 നിയോജക മണ്ഡലത്തിലും അവർ ചെയ്തത്. ഒരു മഴവിൽ സഖ്യമാണ് എന്ന് ഞങ്ങൾ വെറുതെ പറഞ്ഞതല്ല. ഒരു ഭാഗത്ത് 1957 സഖാ VMSൻ്റെ ഗവൺമെൻറ് ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർലമെൻ്ററി സംവിധാനത്തിൻ്റെ ഭാഗമായി അധികാരത്തിൽ വന്നപ്പോൾ അമേരിക്ക മുതൽ ഇങ്ങോട്ടുള്ള സാമ്രാജ്യത്വ ശക്തികളും അതിൻ്റെ സാമ്പത്തിക ഏജൻസികൾ CIA ഉൾപ്പെടെ ഈ ഗവൺമെൻറ്റിന്, അന്നത്തെ VMSൻ്റെ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാൻ എല്ലാ ജാതി മത വർഗീയ ശക്തികളെയും ചേർത്ത് വിമോചന സമരം നടത്തുകയും ഭരണഘടനയുടെ ഏറ്റവും വൃത്തികെട്ട വകുപ്പനുസരിച്ച് ജനാധിപത്യത്തിൻ്റെ അപ്പോസ്തലൻ എന്ന് പറയുന്ന ജവഹർലാൽ നെഹ്റുവും അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി ഉൾപ്പെടെ ചേർന്ന് ആ ഗവൺമെൻറ്റിനെ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ പിരിച്ചുവിടുകയും ചെയ്ത കാഴ്ച നമ്മൾ ഈ കേരളത്തിൽ കണ്ടതാണ്. അന്ന് ഉപയോഗിച്ചത് ഈ വർഗീയ ശക്തികളെ, ജാതി മത ശക്തികളെ തന്നെയാണ്, വർഗീയ ശക്തികളെ തന്നെയാണ് എന്ന് നമുക്കറിയാം. ഇങ്ങനെ രാജ്യത്തിൻ്റെ ഭാവി നിർണയിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന അന്ന് അധികാരത്തിൽ വന്ന സഖാ VMSൻ്റെ ഗവൺമെൻറ് പോലും കടുത്ത കടന്നാക്രമണത്തിന് വിധേയമായത്, അതിൻ്റെ മുമ്പന്തിയിൽ നിന്നത് ഈ ജാതി മത വർഗീയ ശക്തികളായിരുന്നു എന്ന് നമ്മൾ ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ 18ാം ലോകസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായും അതിനു മുമ്പുള്ള 17ാം ലോകസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായും ഈ പറയുന്ന പ്രക്രിയ തന്നെയാണ് കേരളത്തിൽ അരങ്ങേറിയത്. ഇപ്പോൾ ഏറ്റവും അവസാനം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് പോകുന്നത് തന്നെയാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഞങ്ങൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചു. അവിടെ 4,500 വോട്ട് BJPക്ക് കുറവാണ്. BJPക്ക് കുറവാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ അന്ന് തന്നെ പറഞ്ഞു, 4,500-ലധികം വരുന്ന വോട്ട് കോൺഗ്രസ് വാങ്ങി. കിട്ടിയെന്നല്ല ഞാൻ പറഞ്ഞത്, ലഭിച്ചു എന്നല്ല പറഞ്ഞത്, വാങ്ങി. വാങ്ങിയെന്നതിന് അർത്ഥമുണ്ടല്ലോ, വെറുതെ വാങ്ങാൻ പറ്റില്ലല്ലോ, വാങ്ങി. ജമാഅത്തെ ഇസ്ലാമും അതുപോലെ തന്നെ SDPIയും അവരാണ് ആദ്യം ജയിച്ചു എന്ന് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പ്രകടനം നടത്തിയത്. വിക്ടോറിയ കോളേജിൻ്റെ മുമ്പിൽ നിന്ന് പ്രകടനം ആരംഭിച്ചത് ആദ്യം SDPI ആണ്. അവർ പത്രസമ്മേളനം വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ 10,000 വോട്ട് നൽകിയിട്ടുണ്ട്, ഏറ്റവും ചുരുങ്ങിയത്.
ജമാഅത്തെ ഇസ്ലാമിൻ്റെ ഒരു 3000-3500 വോട്ട്, അത്ര സ്വാധീനമില്ല. 3000-3500. അങ്ങനെ വന്നാൽ UDF വൻ ഭൂരിപക്ഷം വാങ്ങി എന്ന് അവകാശപ്പെടുന്ന AK ആന്റണിക്ക് ഈ 10,000 SDPI വോട്ടും 3500 ജമാഅത്തെ ഇസ്ലാമിൻ്റെ വോട്ടും BJPയിൽ നിന്ന് വാങ്ങിയ 4500 വോട്ടും കുറച്ചാൽ പിന്നെ നിന്റെ ഭൂരിപക്ഷം എത്രയാണ് എന്ന് UDFകാർ ആലോചിക്കണം. നിനക്ക് കാര്യമായ ഭൂരിപക്ഷമില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ തന്നെ ഭൂരിപക്ഷമേ ഉള്ളൂ. ഞങ്ങൾക്ക് കുറച്ചുകൂടി വോട്ട് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിച്ച വോട്ട് അത്രത്തോളം കിട്ടിയിട്ടില്ല. അത് കിട്ടാതിരിക്കുന്നതിനും ഞാൻ നേരത്തെ പറഞ്ഞ പരിമിതിയുണ്ട്. അവിടെ ഒരു ഭയമുണ്ട്, ഒരു ഭയങ്കരമായ ഉൾഭയം. അതെന്താ? BJP 2ാം സ്ഥാനത്തുണ്ട്. UDF ആ മാറ്റം തോറ്റാൽ BJP ആ മാറ്റം ജയിക്കുമോ എന്ന ഒരു ഉൾഭയമുണ്ട് അവിടെ. 2ാം സ്ഥാനത്തെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വരാൻ കഴിഞ്ഞാൽ മാത്രമേ ന്യൂനപക്ഷങ്ങൾക്കുള്ള ഈ ഉൾഭയം ഒഴിവാക്കാൻ സാധിക്കൂ. അതുകൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അവിടെ അവർക്ക് ജയിക്കാനായത്. എന്ന് പറഞ്ഞാൽ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായുള്ള BJP ഭയമടിസ്ഥാനപ്പെടുത്തി കോൺഗ്രസിനാണല്ലോ പിന്നെയും സാധ്യത എന്ന ഒരു മനസ്സ് കേരള രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് പ്രതികരിക്കുമ്പോഴാണ് നമ്മൾ മിക്കവാറും തോൽക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഒരു സീറ്റ് കിട്ടി, ഇപ്രാവശ്യം ഒരു സീറ്റ് കിട്ടി. പക്ഷേ ദേശീയ രാഷ്ട്രീയമായിട്ട് ഗൗരവപൂർവ്വം പരിഗണിക്കുമ്പോഴെന്താ ചിത്രം? ഞങ്ങൾക്ക് 370 മുതൽ 430 വരെ സീറ്റ് കിട്ടും. BJP 370 മുതൽ 430 വരെ സീറ്റ് കിട്ടും. എന്തുകൊണ്ടിയാ? ഇന്ത്യൻ ഭരണഘടന ഈ മതനിരപേക്ഷ ഉള്ളടക്കം വേണ്ട, ഈ ഫെഡറൽ സംവിധാനം വേണ്ട, ഈ പാർലമെൻ്ററി വ്യവസ്ഥ വേണ്ട, ഇന്ന് കാണുന്ന ഭരണകൂട സ്ഥാപനങ്ങൾ ഇതേപോലെ തുടരേണ്ടതില്ല. മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തി ചാതുർവർണ്ണ്യ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു ഭരണഘടന 2/3 ഭൂരിപക്ഷത്തോടുകൂടി നിർമ്മിക്കാൻ, പാസാക്കാൻ ഇന്ത്യൻ പാർലമെൻറ്റിന് സാധിക്കത്തക്ക രീതിയിൽ 370 മുതൽ 430 വരെ സീറ്റ് ഞങ്ങൾക്ക് വേണം. ഇതാണ് BJP നേതാക്കന്മാർ ഉൾപ്പെടെ നരേന്ദ്രമോദി ഉൾപ്പെടെ പ്രസംഗിച്ചത്. ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ ജനത ഒരു കാര്യം ചരിത്രപരമായിട്ട് ആ ദൗത്യം ഏറ്റെടുത്തു. അതെന്താ? എനിക്ക് സ്വന്തമായിട്ട് ഭൂരിപക്ഷം തന്നെ ഇല്ല. ഇന്ത്യൻ പാർലമെൻ്ററി വ്യവസ്ഥയെയും ജനാധിപത്യ സംവിധാനത്തെയും അതുപോലെ ഫെഡറൽ സംവിധാനത്തെയും ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച മതനിരപേക്ഷ ഉള്ളടക്കത്തെയും ഈ ഭരണഘടന തന്നെയും ഇല്ലായ്മ ചെയ്ത് ഒരു പുതിയ ഭരണഘടന, ചാതുർവർണ്ണ്യ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു ഭരണഘടന നിർമ്മിക്കാൻ ഞങ്ങൾക്ക് 370 മുതൽ 430 വരെ സീറ്റ് നൽകണമെന്ന് രാജ്യത്തോട് അഭ്യർത്ഥിച്ചിട്ട് നിങ്ങൾ നടത്തിയ ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ BJPയെ യഥാർത്ഥത്തിൽ വിജയത്തിലേക്ക് എത്തിക്കാത്ത രീതിയിൽ ഇന്ത്യൻ ജനത പ്രതിരോധിച്ചു. ആ പ്രതിരോധത്തിൻ്റെ ഗൗരവം നമ്മൾ കാണണം. അപ്പോഴും കേരളത്തിന് പ്രതിരോധിക്കാനായില്ല. നമ്മൾ വലിയ ഉത്ഭുതമെല്ലാം പറയണ്ടെങ്കിലും കേരളത്തിന് അപ്പോഴും പ്രതിരോധിക്കാൻ പറ്റിയില്ല. പക്ഷേ ഇടതുപക്ഷത്തിന് സാധിച്ചില്ലെങ്കിലും ഇന്ത്യാ സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് അവർക്ക് 18 സീറ്റ് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു. അതിനൊരു ദൗർബല്യമായിട്ട് തന്നെ നമ്മൾ കാണുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് BJPക്ക് തനിച്ച് ഭൂരിപക്ഷമില്ല. മാത്രമല്ല 38 സീറ്റ് കൂടി നമ്മൾ നേടിയിരുന്നുവെങ്കിൽ, ഇന്ത്യാ സഖ്യം നേടിയിരുന്നുവെങ്കിൽ ഈ ഗവൺമെൻറ്റേ വരില്ലായിരുന്നു. 2% വോട്ടിൻ്റെ കുറവ് മാത്രമേ ഇന്ത്യ സഖ്യത്തിന് ഉണ്ടായിരുന്നുള്ളൂ. കോൺഗ്രസ് ശരിയായ നിലപാട് സ്വീകരിച്ച് മതനിരപേക്ഷ ഉള്ളടക്കമുള്ളവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പറഞ്ഞതുപോലെ ഓരോ സംസ്ഥാനവും ഓരോ യൂണിറ്റായി എടുത്ത് അവിടെ ആര് മത്സരിച്ചാലാണോ BJPയെ തോൽപ്പിക്കാനാവുക അത്തരം സ്ഥാനാർത്ഥിക്ക്, അത്തരം പാർട്ടികൾക്ക് സീറ്റ് നൽകി കൃത്യമായി BJP വിരുദ്ധ വോട്ട് 37% മാത്രമേ അവർക്കുള്ളൂ. ബാക്കിയുള്ള 63% വോട്ട് ഏകോപിതമായ രീതിയിൽ BJP വിരുദ്ധമായിട്ട് നൽകാനായാൽ ഈ ഇന്ത്യയുടെ ചിത്രം മാറും എന്ന് ആദ്യം തന്നെ പറഞ്ഞ പാർട്ടിയാണ് CPIM. അത് കോൺഗ്രസ് അംഗീകരിക്കാനും അതിനടിസ്ഥാനപ്പെട്ട നിലപാട് സ്വീകരിക്കാനും തയ്യാറായില്ല എന്നുള്ളതാണ് ഈ ഇന്ത്യയിലുണ്ടായ പിന്നോക്കാവസ്ഥക്ക് 2% വോട്ട് കുറയാനും 38 സീറ്റ് കുറയാനും ഇടയാക്കിയത്. ഇല്ലെങ്കിൽ ചിത്രം മാറുമായിരുന്നു. ഇപ്പോഴും അത് തുടരുകയാണ്. ഹരിയാന തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടു 39 ഒരേ വോട്ടാണ് സ്ട്രെങ്ത്. പക്ഷേ ഹരിയാന BJP ജയിച്ചു. 39% വോട്ട് രണ്ടാക്കുണ്ട്. 1.9% വോട്ടുണ്ട് ആം ആദ്മി പാർട്ടിക്ക്. ഈ 39ൻ്റെ ഒപ്പം 1.9 കൂടി ഏതാണ്ട് 2% കൂട്ടിയിരുന്നുവെങ്കിൽ ഒരു സംശയവും വേണ്ട, ഹരിയാന ഇന്നത്തെ ചിത്രം മാറ്റുമായിരുന്നു. മാറിയില്ല. കാരണം കോൺഗ്രസ് ആ നിലപാട് സ്വീകരിക്കുന്നില്ല.
പ്രാദേശിക പാർട്ടികളുള്ള മേഖലയിലാണ് യഥാർത്ഥത്തിൽ BJPയെ ഫലപ്രദമായി തോൽപ്പിക്കാനായത്, തമിഴ്നാട് ഉൾപ്പെടെ. ഞാനതിൻ്റെ ചിത്രത്തിലേക്ക് കടക്കുകയല്ല. ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഇന്നത്തെ ഇന്ത്യൻ പരിതസ്ഥിതിയിൽ പാർലമെന്ററി വ്യവസ്ഥയെയും ഭരണഘടനയെയും നിലനിർത്താനായി എന്നുള്ളത് നേട്ടം തന്നെയാണ്. പക്ഷേ ഈ നേട്ടത്തിൻ്റെ അപ്പുറം കടക്കാൻ നമുക്ക് കഴിയായിരുന്നു ഈ കോൺഗ്രസിൻ്റെ ദൗർബല്യമില്ലായിരുന്നു എങ്കിൽ. മൃദു ഹിന്ദുത്വ സമീപനത്തിൽ നിന്ന് കൃത്യമായ നിലപാട് സ്വീകരിക്കാനും ഏകോപിതമായിട്ട് BJP വിരുദ്ധ വോട്ടുകൾ ശേഖരിക്കാനും സാധിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചിരുന്നുവെങ്കിൽ ചിത്രം മാറുമായിരുന്നു. ഇപ്പോഴും വീണ്ടും പഴയ അജണ്ടയിലേക്ക് പോകാനാണ് ശ്രമം. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന പണി എന്താ? എല്ലാ പ്രധാനപ്പെട്ട പള്ളികളും, വാരാണസി ഉൾപ്പെടെ, അതുപോലെ നേരത്തെ അയോധ്യയുടെ കാര്യം നമ്മൾ കണ്ടതാണല്ലോ, അതുപോലെ തന്നെ സംഭവലി ഉൾപ്പെടെ എല്ലാ സ്ഥലത്തുമുള്ള പ്രധാനപ്പെട്ട പള്ളികളിലെല്ലാം അടിയിൽ അമ്പലം ഉണ്ടെന്നാണ് പറയുന്നത്. അതിന് നിയമപരമായ കാര്യമുണ്ടല്ലോ. നമ്മുടെ താഴത്തെ മജിസ്ട്രേറ്റുമാർ അതിന് സമ്മതം കൊടുക്കുക, സർവേ നടത്താൻ സമ്മതിക്കുക മജിസ്ട്രേറ്റ്. ഇവിടെ ഈ ഇന്ത്യയിൽ ഭരണഘടനാപരമായിട്ട് നിയമനിർമ്മാണം നടന്നിട്ടുണ്ട്. 1947 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ആ ദിവസം ഇന്ത്യയിലെ ആരാധനാലയങ്ങൾ ആരാണോ കൈകാര്യം ചെയ്തത് അവർ തന്നെ തുടർന്നും കൈകാര്യം ചെയ്യട്ടെ എന്ന് 1991 നിർമ്മിച്ച നിയമത്തിൻ്റെ ഭാഗമായിട്ട് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ 1947 ആഗസ്റ്റ് 15 എന്തായിരുന്നോ ഈ രാജ്യത്തിൻ്റെ ഓരോരോ ക്ഷേത്രത്തിൻ്റെ, അമ്പലത്തിൻ്റെ, ചർച്ചിൻ്റെ ഒക്കെ പദവി, അത് അതേപോലെ തുടരണമെന്ന് 91 പ്രത്യേക നിയമം വന്ന പശ്ചാത്തലം നിലനിൽക്കുമ്പോൾ താഴത്തെ മജിസ്ട്രേറ്റുമാർ ഇതിൻ്റെ ഉള്ളിൽ അമ്പലം ഉണ്ടോ നോക്കാൻ വേണ്ടി സർവേ നടത്തുന്നു. എന്നിട്ട് വമ്പിച്ച രീതിയിലുള്ള ജനകീയ കലാപത്തിലേക്ക് പോകുന്നു, വെടിവെച്ച് കൊല്ലുകയാണ്. ഇതെന്തിനാ? ധ്രുവീകരണമാണ്, വർഗീയ ധ്രുവീകരണത്തിലേക്ക് നീങ്ങാനാണ്. ഈ വർഗീയ ധ്രുവീകരണ നീക്കത്തിനെതിരായി അതിശക്തിയായ പോരാട്ടം സംഘടിപ്പിക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. അതീവ ജാഗ്രതയോടെ വർഗീയ ശക്തികൾക്കെതിരായ പോരാട്ടം ദേശവ്യാപകമായും കേരളത്തിലും ശക്തിപ്പെടുത്തി മുമ്പോട്ടേക്ക് പോകാനുള്ള ഉത്തരവാദിത്തമാണ്, ബാധ്യതയാണ്, ചുമതലയാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിനുള്ളത് എന്ന് സഖാവ് കുഞ്ഞിരാമേട്ടൻ്റെ ചരമദിനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ അനുസ്മരിക്കുകയാണ്. ഞാനിനി അതിൻ്റെ ഭാഗമായിട്ട് ദേശീയ രാഷ്ട്രീയം കൂടുതൽ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി കേരളത്തോട് എടുക്കുന്ന നിലപാടെന്താ? കേരളം ഒരു ശത്രു രാജ്യത്തോട് എടുക്കുന്ന സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഉപരോധം അമേരിക്ക ക്യൂബയോട് എടുക്കുന്നത് പോലെയാണ്. ഇവിടെ ഒന്നും നമ്മൾ അനുവദിക്കില്ല, നമുക്ക് തരേണ്ടുന്ന പണം തരില്ല. മറ്റ് സംസ്ഥാനങ്ങൾക്ക് ആളോഹരിയായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ധന കമ്മീഷൻ്റെ ഭാഗമായിട്ടുള്ള പണം നമുക്ക് തരില്ല. 10,000 കോടിയാണ് തരാതിരിക്കുന്നത്. റവന്യൂ കമ്മി നികത്തുന്നതിന് വേണ്ടി മറ്റ് സംസ്ഥാനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന പണം നമുക്ക് തരുന്നില്ല. GST നഷ്ടപരിഹാരം നമുക്ക് തരുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളിൽ കേന്ദ്ര വിഹിതം നമുക്ക് തരുന്നില്ല. മുണ്ടക്കൈ അതുപോലെ തന്നെ ചൂരൽമല എല്ലാവർക്കും അറിയുന്ന 2 പ്രദേശമാണ്. നമ്മുടെ കേരളത്തിലെ മനുഷ്യൻ്റെ കരളലിഞ്ഞുപോയ സംഭവ പരമ്പര, നൂറുകണക്കിന് മനുഷ്യൻ യഥാർത്ഥത്തിൽ ഒലിച്ചുപോയ ദുരന്തത്തിൻ്റെ ചിത്രം. ഇന്ത്യൻ പ്രധാനമന്ത്രി ഉൾപ്പെടെ വന്ന് കുട്ടികളെല്ലാം ലാളിച്ച് ആശുപത്രിയിൽ പോയി കാര്യങ്ങളെല്ലാം കണ്ട് തിരിച്ചു പോകുമ്പോൾ നിങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞു പോയത് 4 മാസം കഴിഞ്ഞു, 4.5 മാസമായി. ഒരു നയാ പൈസയും തന്നിട്ടില്ല, ഒരു പൈസയും തരുമെന്നുള്ളതിന് ഉറപ്പുമില്ല. പുനരധിവാസത്തിന് ആവശ്യമായ രീതിയിലുള്ള ഫണ്ട് തരണം എന്നാവശ്യപ്പെട്ട് മെമ്മോറാണ്ടം കൊടുത്തിട്ട് അതിന് പ്രതികരണമില്ല. കള്ളത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രം തുടരുകയാണ്. ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഏറ്റവും ശ്രദ്ധേയമായ രീതിയിലുള്ള പ്രവർത്തനം, പുനരധിവാസത്തിൻ്റെ പ്രവർത്തനം ഒഴിവാക്കാനൊട്ടാവുകയില്ല. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാമ്പത്തിക ഉപരോധത്തിൻ്റെ ഭാഗമായിട്ട് പണം തരാതിരിക്കുമ്പോൾ 62 ലക്ഷം ആളുകൾക്ക് നമ്മൾ 1,600 രൂപ പെൻഷൻ മാസാമാസം കൊടുക്കണം. അത് കൃത്യമായിട്ട് കൊടുക്കുക എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാണ് എന്ന് മുഖ്യമന്ത്രി തന്നെ റൂൾ 300 അനുസരിച്ച് അസംബ്ലിയിൽ തന്നെ പറഞ്ഞു വെച്ചതാണ്. ഇപ്പോഴും സാധിക്കുന്നില്ല പലപ്പോഴും. എന്തുകൊണ്ടാണ് ഈ ഗവൺമെൻറ്റിനെതിരായി ഇങ്ങനെയൊരു നിലപാട് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത്? BJP ഗവൺമെൻറ്റിനോട് ഈ സമീപനമില്ല. നിരവധിയായ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രകൃതി ദുരന്തമുണ്ടായപ്പോൾ അവർക്കെല്ലാം 1000 കോടി രൂപ വാരിക്കോരി കൊടുക്കുന്ന അവസ്ഥയുള്ളപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ടതിൻ്റെ ഒരു അംശം പോലും തരാൻ തയ്യാറില്ലാതിരിക്കുന്ന രാഷ്ട്രീയ വിവേചനമാണ്. കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റാണ്. ഇന്ത്യയിലുള്ള ഒരേ ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് സഖാവ് പിണറായി വിജയൻ്റെ കേരളത്തിലെ ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റിനെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ് സാമ്പത്തിക മേഖലയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ നമ്മൾ പ്രതിരോധിക്കണം.
കഴിഞ്ഞ 5-ാം തീയതി അതിശക്തിയായിട്ടുള്ള ഒരു സമര മുന്നേറ്റം നമ്മൾ നടത്തി. അവസാനിപ്പിക്കാൻ പറ്റില്ല, ഇനിയും തുടരണം. നമ്മുടെ ചാൻസലർ പദവി ഉപയോഗിച്ചുകൊണ്ട് ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കാവ്യവൽക്കരണത്തിന് വേണ്ടിയുള്ള വിദ്യാഭ്യാസ മേഖലയിലെ ഫലപ്രദമായ അവരുടെ ഇടപെടലാണ്. RSSന്റെ സത്യം പറഞ്ഞാൽ ഒരു പദവിയും അലങ്കരിക്കാൻ ശേഷിയില്ലാത്തവരെ വൈസ് ചാൻസലർമാരായിട്ട് നിശ്ചയിക്കുക. ഗോൾവാൾക്കറുടെ പടത്തിൻ്റെ മുമ്പിൽ പോയി തൊഴുതു വന്നിച്ച് വൈസ് ചാൻസലറുടെ പദവി ഏറ്റെടുക്കാൻ വേണ്ടി പോകുന്ന വൈസ് ചാൻസലർമാരുള്ള നാടായിട്ട് കേരളം മാറുക എന്തൊരു അപമാനകരമായ ചിത്രമാണ്. ലോകത്തിൻ്റെ വിവിധ മേഖലയിലുള്ള ഏറ്റവും പ്രമുഖരെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ തലപ്പത്ത് കൊണ്ടുവന്ന പാരമ്പര്യമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിൽ ഒന്നുമില്ലാതെ RSകാരനെയും BJPക്കാരനെയും സംഘപരിവാർ വിഭാഗത്തിൽപ്പെട്ട ഒരു അക്കാദമിക് ക്വാളിഫിക്കേഷനും ഇല്ലാതെ ആളുകളെ പിടിച്ചുകൊണ്ടുവന്നിട്ട് താൽക്കാലികമായിട്ടെങ്കിലും വൈസ് ചാൻസലർമാരാക്കുക. അതുപോലെ തന്നെ ചാൻസലർമാരായ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം അതാണ് എന്ന് ഗവർണർ സ്വയം തീരുമാനിച്ച് പ്രവർത്തിക്കുക. ഇതൊരു ഭാഗം. യൂണിവേഴ്സിറ്റി യൂണിയന് SFI ജയിച്ചിരിക്കുകയാണ് മിക്കവാറും എല്ലാ യൂണിവേഴ്സിറ്റിയിലും. ആ ജയിച്ചതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് അധികാരത്തിൽ വരാൻ സാധിക്കുന്നില്ല. വൈസ് ചാൻസലർമാർ ഒപ്പിട്ട് അംഗീകരിക്കുന്നില്ല. ഇത് അതിശക്തിയായ രീതിയിലുള്ള സമരത്തിലേക്ക് പോകേണ്ടുന്ന വേറൊരു ഭാഗമാണ്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ വികസന കാഴ്ചപ്പാട് അവതരിപ്പിച്ച് ഒരു പുതിയ കേരളം സൃഷ്ടിക്കുക എന്നുള്ള നിലപാട് വെച്ച് പോകുമ്പോഴാണ് ഈ രീതിയിലുള്ള പാരവെപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന് ഇന്ന് ഇന്ത്യയുടെ മുമ്പിൽ ഒരു വളരെ പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട്. ആ സ്ഥാനം വെറുതെ ഉണ്ടായതല്ല. 1957 സഖാ VMSന്റെ ഗവൺമെന്റ് ലോക ചരിത്രത്തിലാദ്യമായി പാർലമെന്ററി വ്യവസ്ഥയിലൂടെ അധികാരത്തിൽ വന്നത്. അത് വെറുതെ ഇങ്ങനെ അധികാരത്തിൽ വന്നു എന്ന് മാത്രമല്ല, അധികാരം കിട്ടിയെന്ന് മാത്രമല്ല, 57 അധികാരത്തിൽ വന്നു. അത് ഏപ്രിൽ മാസം 5-ാം തീയതിയാണ്. 5 കഴിഞ്ഞ് 6-ാമത്തെ ദിവസം 11-ാം തീയതി ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും നടപ്പിലാക്കാത്ത ഒരു കാര്യം ഒരു ഓർഡിനൻസ് വഴി ഇവിടെ നടപ്പിലാക്കി. അതാണ് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ കുടിയടപ്പ്, കുടിയാന്മാരെ ഒഴിപ്പിക്കരുത്, ഒഴിപ്പിക്കൽ വിരുദ്ധ ഓർഡിനൻസ്. അതാണ് കേരളത്തെ കേരളമാക്കിയ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള നിയമനിർമ്മാണത്തിലേക്ക് എത്തിയിട്ടില്ല. ആദ്യത്തെ ഓർഡിനൻസ് ഒരു തൻ്റെടിയായ മനുഷ്യൻ രൂപപ്പെട്ടത് അങ്ങനെയാണ്. ധാരപ്പാട്ടം പറയാറുണ്ട്, വെച്ച് കാണല്, കങ്കാണി, നൂരി, മുക്കാല്, വാശി, വണ്ണാത്തി, മാറ്റി മുടക്കൽ, കല്ലും തോലും വെച്ച് കെട്ടൽ, കൂലിയാൻ ഉൾപ്പെടെയുള്ള അക്രമ പിരിവുകളിൽ നിന്ന് അവർക്ക് മോചനം നേടാൻ ഇതെൻ്റെ ഭൂമിയാണ്, എൻ്റെ സ്ഥലമാണെന്ന തൻ്റെ ഇടം, തനിക്കിടം കിട്ടുമ്പോഴാണ് തൻ്റെ ഇടം. ആ തൻ്റെടിയായ മനുഷ്യനായി കേരളത്തെ മനുഷ്യരെ രൂപപ്പെടുത്തിയത് 1957 സഖാ VMSന്റെ ഗവൺമെൻറ്റാണ്. വിദ്യാഭ്യാസ മേഖലയിലെ ഫലപ്രദമായ ഇടപെടൽ, അതിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വന്ന പൊതുവിദ്യാഭ്യാസ സംവിധാനം. 1-ാം ക്ലാസ്സിലേക്ക് ചേരേണ്ടവരെ മുഴുവൻ ചേർക്കുക, അവർക്ക് ഉച്ചക്കഞ്ഞി കൊടുക്കുക, പട്ടിണി പാവങ്ങൾക്ക് പഠിക്കാനുള്ള ഏറ്റവും ശ്രദ്ധേയമായ ഒരിടപെടൽ. അന്നത്തെ തലമുറ, അതിൻ്റെ തൊട്ടടുത്ത തലമുറ, അതിൻ്റെ ഇപ്പോഴത്തുള്ള വർത്തമാനകാല തലമുറ, 3 തലമുറയായി. ഈ തലമുറയുടെ അവസാനത്തെ തലമുറ എല്ലാ വീടുകളിലും പാവപ്പെട്ട കർഷക തൊഴിലാളി, അതുപോലെ കൃഷിക്കാരൻ, ചെത്തു തൊഴിലാളി, നെയ്ത്ത് തൊഴിലാളി, പരമ്പരാഗത വ്യവസായ തൊഴിലാളി ഉൾപ്പെടെ, പട്ടികജാതിക്കാരൻ, പട്ടികവർഗക്കാരൻ ഉൾപ്പെടെ എല്ലാവൻ്റെയും വീട്ടിൽ ഇന്ന് അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളാണ് ഉള്ളത്. അത് വെറുതെ ഉണ്ടായതല്ല, എല്ലാവരുടെ വീട്ടിലുണ്ട്. ഇത് ഇന്ത്യയിൽ എവിടെയുമില്ല. UPയിലില്ല, മധ്യപ്രദേശിലില്ല, രാജസ്ഥാനിലില്ല, മഹാരാഷ്ട്രയിലില്ല. ഇത് കേരളത്തിൻ്റെ പ്രത്യേകതയാണ്. ലക്ഷക്കണക്കിന് അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ജീവിക്കുന്ന ഒരു രാജ്യം നമ്മുടെ കേരളമാണ്. പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസം നേടുന്ന സ്ത്രീകൾ ഏറ്റവും കൂടുതൽ എവിടെയാണ് എന്ന് പറഞ്ഞാൽ ബൈജിങ് അല്ല, കാലിഫോർണിയയും അല്ല, UK അല്ല, ഓസ്ട്രേലിയ അല്ല, ഈ കേരളമാണ്. അവർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന പുതിയ പദ്ധതി KDISC, കേരള നോളേജ് എക്കണോമിക് മിഷൻ, അതിൻ്റെ ഭാഗമായ പ്രവർത്തനം. തൊഴിൽ നൽകുന്നതിനെപ്പറ്റി ആലോചിച്ചപ്പോൾ 1,30,000 ആളുകൾ ഒരു കൊല്ലം കൊണ്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ട സ്വയം സംരംഭക പ്രവർത്തനം. 2 കൊല്ലമാകുമ്പോഴേക്ക് 2,40,000, 7 ലക്ഷം ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ കഴിഞ്ഞ പുതിയ സാഹചര്യം. 20 ലക്ഷം ആളുകൾക്ക് തൊഴിൽ നൽകുമെന്ന ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപനം പ്രാവർത്തികമാക്കാൻ പോകുന്ന ഒരു പുതിയ നിലപാട്. ഇതെല്ലാം കേരളത്തെ അടിമുടി മാറ്റും. 20 ലക്ഷം ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ 5-10 ലക്ഷം ആളുകൾക്ക് ഇപ്പോൾ തന്നെ നൽകി കഴിഞ്ഞു. 7 ലക്ഷം ഞാൻ നേരത്തെ പറഞ്ഞ സ്വയം സംരംഭത്തിൻ്റെ ഭാഗമായിട്ടും 2-3 ലക്ഷം പുതിയ തൊഴിൽ അവസരങ്ങളും. ഇനിയൊരു 10 ലക്ഷം കൂടി വേണം. 10 ലക്ഷം അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്ക് ജോലി ലഭിക്കാനുള്ള ഗ്യാരണ്ടി ഇപ്പോഴും തന്നെ ഗവൺമെൻറ് കയ്യിലുണ്ട്. 3000-ഓളം സ്ഥാപനങ്ങളിൽ 10 ലക്ഷം ആളുകളെ ആവശ്യമുണ്ട്. പക്ഷേ അതിൽ MA വേണ്ട, MSc വേണ്ട, BA വേണ്ട, BCom വേണ്ട. വേണ്ടത്
ഈ പഠനത്തോടൊപ്പം അവർക്ക് സ്കില്ല് വേണം, തൊഴിൽ നൈപുണ്യം വേണം. അസാപ്പ് വഴി, എഞ്ചിനീയറിംഗ് കോളേജ് വഴി, IT വഴി, നിരവധിയായ സ്ഥാപനങ്ങൾ വഴി ഇത്തരത്തിലുള്ള ആളുകളെ നല്ലതുപോലെ ഒരു 3 മാസം 6 മാസം 1 കൊല്ലം കൃത്യമായിട്ട് ജോലി ലഭിക്കുമെന്നുള്ള ഉറപ്പിൻ്റെ ഭാഗമായി, ഗ്യാരണ്ടിയുടെ ഭാഗമായി അവർക്ക് പരിശീലനം നൽകിയാൽ ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചൂണ്ടിക്കാണിച്ച 10 ലക്ഷം എന്നുള്ളതിൻ്റെ ഒപ്പം എന്ന് പറഞ്ഞാൽ അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്ക് 2 രീതിയിലാണ്. ഒന്ന് സംരംഭക പ്രവർത്തനത്തിൻ്റെ ഭാഗമായി, മറ്റൊന്ന് അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുന്നതിൻ്റെ ഭാഗമായി 20 ലക്ഷം ആളുകൾക്ക് തൊഴിൽ നൽകാനുള്ള പദ്ധതി ഈ കേരളം നടപ്പിലാക്കുക തന്നെ ചെയ്യും. അങ്ങനെ വന്നാൽ വാങ്ങൽ കഴിവ് ശേഷി വർദ്ധിക്കും. 20 ലക്ഷം ആളുകൾക്ക് വരുന്ന 2 കൊല്ലം കൂടി കഴിയുമ്പോഴേക്ക് ഒരു 20,000, 25,000, 30,000, 40,000, 50,000 അതിൻ്റെ മേലെയൊക്കെ ശമ്പളം വാങ്ങുന്ന ആളുകളുടെ എണ്ണം 20 ലക്ഷമായിട്ട് വരുമ്പോൾ ഇവിടെ വാങ്ങൽ കഴിവ് എത്രത്തോളം ശക്തിപ്പെടുമെന്നുള്ളതും നമ്മുടെ ക്രയവിക്രയത്തിൻ്റെ ശേഷി എത്രത്തോളം കൂടുമെന്നുള്ളതും ഞാൻ പറയാതെ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പറഞ്ഞത് വിജ്ഞാന സമ്പദ് വ്യവസ്ഥ. വിജ്ഞാന സമൂഹം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വിജ്ഞാന സമ്പദ് വ്യവസ്ഥ. ആദം സ്മിത്ത് ആയാലും റിക്കാർഡോ ഉൾപ്പെടെയുള്ള അർത്ഥശാസ്ത്രന്മാരെല്ലാം ബൂർഷ്വാ അർത്ഥശാസ്ത്രന്മാരാണ്. അവരെല്ലാം പറഞ്ഞത്, എക്കണോമിക്സ് പഠിച്ച എല്ലാവർക്കും അറിയാം, ഒരു സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായി പ്രവർത്തിക്കുന്നത് അതിൻ്റെ മൂലധനമാണ്. ധനമൂലധനം, പണമൂലധനം, ഇതാണ് അതിൻ്റെ നട്ടെല്ല് ബൂർഷ്വാ അർത്ഥശാസ്ത്രത്തിൽ. നമ്മളിവിടെ കേരളത്തിൽ പറയുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 20 ലക്ഷം ആളുകൾക്ക് അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾ തൊഴിൽ കിട്ടുന്നു മാത്രമല്ല പറഞ്ഞത്, കേരളത്തെ പണമൂലധനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളൊരു സമ്പദ് വ്യവസ്ഥയിലേക്ക് നയിക്കുമെന്നല്ല, വിജ്ഞാനം മൂലധനമായ, അറിവ് മൂലധനമായ ഒരു സമ്പദ് വ്യവസ്ഥയിലേക്ക് കേരളത്തെ നയിക്കുമെന്നാണ്. 15,000 സ്റ്റാർട്ടപ്പുകളാണ് ഉദ്ദേശിക്കുന്നത്. 15,000 സ്റ്റാർട്ടപ്പുകൾ. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ച. ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതിയുടെ ഭാഗമായിട്ട് 2 ജില്ലകളിലെങ്കിലും ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്തിരിക്കുന്ന വ്യാവസായിക വളർച്ചയിലേക്കുള്ള കുതിപ്പ്. കൊച്ചിയിൽ നിന്ന് നേരെ കോയമ്പത്തൂരിലേക്കുള്ള എടപ്പാത കോറിഡോർ. 1300 ഏക്കർ ഭൂമിയാണ് ഇപ്പോൾ പാലക്കാട് മാത്രം ഏറ്റെടുത്ത് കഴിഞ്ഞത്. കോഴിക്കോട് മംഗലാപുരം കോറിഡോർ അതിൻ്റെ പണിയിലേക്ക് പോവുകയാണ്. ഇങ്ങനെ നിരവധിയായ മേഖലകളിലേക്ക് ലക്ഷക്കണക്കിന് മനുഷ്യന് തൊഴിൽ നൽകാൻ സാധിക്കുന്ന ലോകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികളെ ചേർത്ത് ഈ കേരളം ഒരു വിജ്ഞാന സമൂഹത്തിൻ്റെ അനന്തരഫലം എന്ന രീതിയിൽ വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. 20 കൊല്ലം ദാരിദ്ര്യമില്ലാതെ ദാരിദ്ര്യം അവസാനിപ്പിച്ച നാടായിട്ട് ഈ കേരളം മാറുകയാണ്. കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റത്തിൻ്റെ ഒരു ഭാഗം അതാണ്. ഇന്ത്യയിൽ 35%, 40% അതിദാരിദ്ര്യം, പട്ടിണി. കേരളത്തിലെ അതിദാരിദ്ര്യം 0.5%. അത് കൃത്യമായി കണക്ക് 7%, 0.7% ഉള്ളപ്പോൾ കണക്ക് കൂട്ടിയപ്പോൾ 64,006 കുടുംബം സർവേ. കഴിഞ്ഞ ഈ ജനുവരി, ഈ നവംബർ ഒന്നല്ല, അതിൻ്റെ മുമ്പുള്ള 2023 നവംബർ ഈ അതിദാരിദ്ര്യമുള്ളവരിൽ നിന്ന് നമുക്ക് കുറക്കാൻ കഴിഞ്ഞത് 30,000 കുടുംബങ്ങളുടെ അതിദാരിദ്ര്യം അവസാനിപ്പിച്ചു. ബാക്കി എത്രയാ? 34,006 കുടുംബം. ഇക്കൊല്ലത് പൂർണ്ണമായില്ല. അടുത്ത നവംബർ 2025 നവംബർ മാസം 1-ാം തീയതി കേരള പിറവി ദിനം. ആ ദിനത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി അതിദാരിദ്ര്യം അനുഭവിക്കാത്ത മനുഷ്യരെ പൂർണ്ണമായ അർത്ഥത്തിൽ ഉൾക്കൊള്ളുന്ന ഏക സംസ്ഥാനമായി ഈ കേരളത്തെ മാറ്റുക എന്ന ലക്ഷ്യം വരുന്ന നവംബറിൽ പൂർത്തിയാക്കാൻ പോവുകയാണ്. ഇതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. അതിദാരിദ്ര്യം അനുഭവിക്കുന്ന ആളിവിടെയില്ല. ബാക്കി 30-35% എന്ന് പറഞ്ഞാൽ 100-ൽ 30-35 ദാരിദ്ര്യം, അതിദാരിദ്ര്യം, പട്ടിണി. ഇവിടെ എത്രയാ ദാരിദ്ര്യം? ഇപ്പോൾ കണക്കനുസരിച്ച് തന്നെ 0.5 എന്ന് പറഞ്ഞാൽ 100-ൽ ഒരാളില്ല, 200-ലാണ് ഒരാൾ വരിക. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ചിത്രം. വിദ്യാഭ്യാസ മേഖല ലോകോത്തരമായ രീതിയിൽ നമ്മൾ ഇപ്പോഴും തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്, പശ്ചാത്തല സൗകര്യം ഉൾപ്പെടെ. അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ആരോഗ്യ മേഖല ലോകത്തെ വിസ്മയിപ്പിക്കുന്ന രീതിയിലാണ് കോവിഡ് പശ്ചാത്തലം നമ്മൾ അഭിമുഖീകരിച്ചത്. ജനകീയ ആരോഗ്യ പ്രസ്ഥാനം ലോകത്തിന് മാതൃകയാണ്, അമേരിക്ക ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചതാണ്. അപ്പോൾ ആരോഗ്യ മേഖല, നേരത്തെ പറഞ്ഞ തൊഴിൽ മേഖല, ഇപ്പോൾ പറഞ്ഞ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സംവിധാനം, പട്ടിണി അവസാനിപ്പിക്കൽ, പാവപ്പെട്ട മുഴുവൻ മനുഷ്യർക്കും വീട്, എല്ലാവർക്കും വീട് നൽകുന്ന ലൈഫ് പദ്ധതി, അത് 2 കൊല്ലം കൊണ്ട് നമുക്ക് പൂർത്തിയാക്കാനാവണം. ലൈഫിൻ്റെ ഭാഗമായിട്ട് നമ്മൾ യഥാർത്ഥത്തിൽ ഓരോ പഞ്ചായത്തിലും എത്ര വീടിന് കൊടുക്കാനുണ്ടെന്ന് നോക്കിയിട്ട് അവർക്ക് വീട് നൽകുന്നതിന് വേണ്ടി പദ്ധതി ആസൂത്രണം ചെയ്യണം. നമുക്ക് തന്നെ നേരിട്ട് കടം വാങ്ങി
ചെയ്യാനും ഗവൺമെൻറ്റിൻ്റെ വിഹിതം കിട്ടുമ്പോൾ കൊടുക്കാനും സാധിക്കുന്ന സാഹചര്യം വേണമെന്നാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീട്. ഇങ്ങനെ എല്ലാം കൂടി ചേർന്ന് മുമ്പോട്ടേക്ക് വന്നാൽ നമ്മുടെ ഗവൺമെൻറ്റിനെതിരായി, മുഖ്യമന്ത്രിക്കെതിരായി അപവാദ പ്രചാരവേല കൊണ്ട് പൊറുതിമുട്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തെ നമുക്ക് മറികടക്കണം. മാധ്യമങ്ങൾ മുഴുവൻ നമുക്കെതിരാണ്, കള്ള പ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷമല്ല ഇവിടുത്തെ പ്രധാന പ്രതിപക്ഷം, ഇവിടുത്തെ മാധ്യമങ്ങളാണ്. ഈ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കള്ള പ്രചരണത്തെയും നമുക്ക് അതിജീവിക്കാൻ സാധിക്കണം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നിലപാടിനെ നമുക്ക് പ്രതിരോധിക്കാനാവണം. അതിൻ്റെ ഒപ്പം നിന്ന് കേരളത്തെ ഏത് വിധേനയും തകർത്ത് ഒരു മൂന്നാം ഗവൺമെൻറ്റിലേക്ക്, മൂന്നാം ടേമിലേക്ക് കേരളത്തിലെ ഗവൺമെൻറ്റിനെ അനുവദിക്കില്ല എന്ന പ്രതിജ്ഞ ചെയ്ത് പ്രവർത്തിക്കുന്ന പ്രതിപക്ഷ രീതിയെയും നമുക്ക് പ്രതിരോധിക്കാനാവണം. ഇങ്ങനെല്ലാം വരുമ്പോൾ പാർട്ടി കാണുന്നു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാണുന്നു, വരുന്ന 20 വർഷം നേരത്തെ പറഞ്ഞ വിജ്ഞാന സമൂഹത്തിൻ്റെയും വിജ്ഞാന സമ്പദ് വ്യവസ്ഥയുടെയും ഭാഗമായി കേരളത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ 400 വർഷക്കാലമായി വികസിത സമൂഹം നിലനിൽക്കുകയാണ്. വികസിത സമൂഹം, ബൂർഷ്വാ ജനാധിപത്യ വിപ്ലവം നടന്ന രാജ്യങ്ങൾ, ആ വികസിത സമൂഹത്തിലെ ജനങ്ങളുടെ ജീവിതത്തിലേക്ക് 1975 ശേഷം മാത്രം വളർച്ച നേടി മുന്നോട്ടേക്ക് വന്ന നമുക്ക് ഒരു 10-20 വർഷം കൂടി കഴിയുമ്പോഴേക്ക് ആ ജനതയുടെ ജീവിത നിലവാരത്തിലേക്ക് കേരളീയ ജനസമൂഹത്തെ എത്തിക്കാൻ സാധിക്കുന്ന, ലോകത്തിന് തന്നെ മാതൃകയാവുന്ന ഒരു പുതിയ കേരളത്തെ സൃഷ്ടിക്കാനാവുമെന്നാണ് നവകേരളം എന്നുള്ളതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഉദ്ദേശിക്കുന്നത്. ആ ഒരു തലത്തിലേക്കുള്ള വളർച്ച ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 2ാമത്തെ ടേം കഴിഞ്ഞ് 3ാമത്തെ ടേമിലേക്കുള്ള യാത്ര. 2ാമത്തെ ടേം വരുമെന്ന് ഒരിക്കലും ഈ ബൂർഷ്വാ മാധ്യമങ്ങളൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. എന്തെല്ലാം കള്ളക്കണക്കുകളാണ് അസംബ്ലി തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വന്നത്. എത്ര കള്ളക്കഥകൾ, സ്വർണ്ണ കള്ളക്കടത്ത് ഉൾപ്പെടെ 8ഓളം ഏജൻസികൾ, കേന്ദ്ര ഏജൻസികളുടെ കടുത്ത രീതിയിലുള്ള ഇടതുപക്ഷ വിരുദ്ധ ഇടതുപക്ഷ വിരുദ്ധ നിലപാട്, ഗവൺമെൻറ് വിരുദ്ധ നിലപാട്, ഇതെല്ലാം ചേർന്ന് വന്നില്ലേ? ആരെങ്കിലും പ്രതീക്ഷിച്ചോ പിണറായി വിജയൻ ഗവൺമെൻറ് 2ാമത് വരുമെന്നും? ജനങ്ങൾ തീരുമാനിച്ചതാണ്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് കിട്ടിയ വോട്ട് കണക്കാക്കിയിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് 123 നിയോജക മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷമുണ്ട്. കേരളത്തിൽ 140 ആകെയുള്ളൂ. അതിൽ 123 മണ്ഡലത്തിൽ കഴിഞ്ഞ 2019 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അവർക്ക് ഭൂരിപക്ഷമുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയെ തന്നെ അവർ തീരുമാനിച്ചിട്ടാണ് രംഗത്ത് വന്നത്. മാധ്യമങ്ങളെല്ലാം അതിനു വേണ്ടിയാണ് പ്രവർത്തിച്ചത്. പക്ഷേ 99 സീറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നൽകിക്കൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ വിധി പ്രഖ്യാപിച്ചത്. ഇപ്രാവശ്യം നിങ്ങൾക്ക് 111 ഉള്ളൂ. 123 നിന്ന് 111. ഈ 111 എണ്ണത്തിൽ നിങ്ങളുടെ ഭൂരിപക്ഷം ഒരു തരത്തിലും നിങ്ങൾക്ക് നിലനിർത്താൻ കഴിയില്ല. നേരത്തെ 99 ആണെങ്കിൽ ആ 99ൻ്റെ ഒപ്പം പുതിയ ചില സീറ്റ് കൂടി ചേർത്ത് 100 സീറ്റിലധികം നേടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 2ാം ടേം തീർന്ന് 3ാം ടേമിലേക്ക് കടക്കാനുള്ള ഭൗതിക സാഹചര്യമാണ് ഈ കേരളത്തിൽ നിലനിൽക്കുന്നത് എന്ന് നല്ലതുപോലെ തിരിച്ചറിയാൻ നമ്മുടെ ഓരോ പ്രവർത്തകർക്കും സാധിക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെയും ഇവിടെയും കാണുന്ന പരാജയം വെച്ചിട്ട് നിരാശപ്പെട്ട് നിൽക്കേണ്ട ഒരു കാര്യമില്ല. ഉറപ്പായിട്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ കഴിയും. കാരണം അന്തഛിദ്രമാണ്. എന്താ ലീഗിൻ്റെ സ്ഥിതി? ജമായത്ത് ഇസ്ലാമുമായി കൂട്ടുചേരുന്നു എന്ന പ്രശ്നം ഇപ്പോഴും ചർച്ച ചെയ്യേണ്ടി വരികയാണ്. സമസ്ത ആ ഭാഗമാണ് സങ്കീർണമാക്കുന്നത്. കോൺഗ്രസിൻ്റെ അകത്ത് ആരാവണം കേരളത്തിൻ്റെ പ്രസിഡന്റ്? പുതിയ പ്രസിഡന്റ് സുധാകരൻ പറ്റില്ല. പരസ്യമായിട്ട് വരികയാണ്. സുധാകരൻ പറഞ്ഞ് എന്നെ മാറ്റാൻ ആരുണ്ട് കാണട്ടെ. സുധാകരൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 6 ആളാണ് മത്സരിക്കുന്നത്. 6 ആൾ. 1 2 ഒന്നുമില്ല. മുമ്പല്ല 1 2 ഉണ്ടായിട്ടുള്ളൂ. കരുണാകരനെല്ലാം കാലത്ത്, ഉമ്മൻചാണ്ടിയും കരുണാകരനൊക്കെ. ഇപ്പോഴാരൊക്കെയാ? 1ാമതായിട്ട് വി ഡി സതീശൻ, 2ാമതായിട്ട് കെ സുധാകരൻ, 3ാമതായിട്ട് രമേശ് ചെന്നിത്തല, 4ാമതായിട്ട് കെ സി വേണുഗോപാൽ, 5ാമതായിട്ട് കെ മുരളി, 6ാമതായിട്ട് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ആരാ? ഒരാൾ പറഞ്ഞോട്ടെ, അദ്ദേഹം ഇപ്പം തൽക്കാലം ഞാൻ പോണോ വേണ്ടെന്ന് സംശയത്തിലുണ്ട്. ശശി തരൂർ. ഈ 6 എണ്ണം മുഖ്യമന്ത്രിയാവാൻ നടക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിപ്പോഴും CPIM-ൻ്റെ സമ്മേളനങ്ങൾ ഓരോന്നോരോന്നായിട്ട് പൂർത്തീകരിച്ച് വരികയാണ്. ജില്ലാ സമ്മേളനം ആരംഭിച്ചു. 38,000 ബ്രാഞ്ച് സമ്മേളനങ്ങൾ കഴിഞ്ഞു. നല്ല ആരോഗ്യത്തോടു കൂടിയാണ് നടത്തിയത്. 99% വരെ അറ്റൻഡൻസ്. ആദ്യം പറയാൻ ശ്രമിച്ചിരുന്നു, അവിടെ കുഴപ്പമാണ് ഇവിടെ കുഴപ്പമാണ്. ഒരു കുഴപ്പമില്ല, എല്ലാ കുഴപ്പവും പരിഹരിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഞങ്ങൾ ലോക്കൽ സമ്മേളനം 2444 ലോക്കൽ സമ്മേളനം. അതിൽ 7 സമ്മേളനമാണ് മാറ്റിവെച്ചത്. ബോധപൂർവം തന്നെയാണ് അത് നടത്താതിരിക്കുന്നത്. വേണമെങ്കിൽ നടത്തുകയൊക്കെ ചെയ്യായിരുന്നു.
കരുനാഗപ്പള്ളി. 200 ഞങ്ങൾക്കറിയുന്ന പോലെ നിങ്ങൾക്കെല്ലാവരും 209 ഏരിയ സമ്മേളനങ്ങൾ. 209, 210 ആകെ, 201 ഒഴിവാക്കി. അപ്പോൾ 210-ൽ 209 ഏരിയ സമ്മേളനങ്ങൾ. 14 ജില്ലാ സമ്മേളനം 1 കഴിഞ്ഞു. വളരെ ആരോഗ്യകരമായ രീതിയിലാണ് കൊല്ലം സമ്മേളനം കഴിഞ്ഞത്. എന്തെങ്കിലും വാർത്ത എഴുതി പിടിപ്പിക്കുന്ന കാര്യം നിങ്ങൾ കണ്ടോളണം. ഒന്നും എഴുതി പിടിപ്പിക്കുന്നതൊന്നുമല്ല ശരി. നല്ല നിലയിൽ ഗൗരവപൂർണമായി സമ്മേളനം നടന്നു. ഇനി ഇമ്മാസം തന്നെ 2-3 സമ്മേളനം നടക്കാൻ പോവുകയാണ്. അടുത്ത മാസത്തോടുകൂടി മിക്കവാറും സമ്മേളനം തീരും. അടുത്ത മാസം, അതിൻ്റെയും തൊട്ടടുത്ത മാസം ഫെബ്രുവരി മാസമാകുമ്പോഴേക്കും എല്ലാ ജില്ലാ സമ്മേളനവും തീരും. നല്ല ആരോഗ്യകരമായ രീതിയിലാണ്. വലിയ രീതിയിൽ ആശങ്കയുണ്ടായിരുന്നു ഒരുപാട് സമ്മേളനങ്ങളെ പറ്റി. കായംകുളം സമ്മേളനം, മണ്ണാർക്കാട് സമ്മേളനം, തിരുവല്ല സമ്മേളനം തുടങ്ങിയ ഒരുപാട് സമ്മേളനത്തെ പറ്റി ഉത്കണ്ഠയുണ്ടായിരുന്നു. ഒന്നുമില്ല. എല്ലാം ഏകണ്ഠമായിട്ട് തീരുമാനിച്ചു പോകുന്ന നിലയിലേക്കാണ് സമ്മേളനം എത്തിച്ചേർന്നിട്ടുള്ളത്. ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട്, എല്ലാ സ്ഥലത്തും ഇടപെട്ടിട്ടുണ്ട്. ഇടപെടാതെ മുന്നോട്ടേക്ക് പോകാൻ പാർട്ടി ഉദ്ദേശിക്കുന്നില്ല. തെറ്റായ ഒരു പ്രവണതയെയും വെച്ച് പൊറുപ്പിക്കാൻ ഈ പാർട്ടിക്ക് ഉദ്ദേശമില്ല. ഒരുപാട് തെറ്റായ പ്രവണതകളുണ്ട് പാർട്ടിക്കകത്ത്. ആ പ്രവണതകളെല്ലാം കൃത്യമായിട്ട് ചർച്ച ചെയ്ത് സ്വയം വിമർശനപരമായി പരിശോധിച്ച് നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകും. എവിടെയായാലും മുതലാളിത്ത സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ തെറ്റായ പ്രവണതകളൊക്കെ അരിച്ചു കയറാൻ സാധ്യതയുണ്ട് ബൂർഷ്വാ ഐഡിയോളജിയുടെ ഭാഗമായിട്ട്. അത് ഓരോന്നും മനസ്സിലാക്കി ഇടപെടി തന്നെ വേണം, തിരുത്തി തന്നെ വേണം. ഫലപ്രദമായ ഇടപെടലിലൂടെ പാർട്ടി സഖാക്കളെയും പാർട്ടി ഘടകങ്ങളെയും തിരുത്തി മുന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ആ പ്രക്രിയയിലൂടെയാണ് പാർട്ടി തന്നെ കണ്ടെത്തിയിട്ടുള്ള തെറ്റ് തിരുത്തൽ രേഖയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പാർട്ടി മുമ്പോട്ടേക്ക് പോവുകയാണ്. അത് ഒരു കൊല്ലം കൊണ്ട് അവസാനിക്കുന്നതല്ല, ഏതെങ്കിലും ഒരു സമ്മേളനം കൊണ്ട് അവസാനിക്കുന്നതല്ല. പാർട്ടി ജീവിതത്തിലുടനീളം ഈ തെറ്റ് തിരുത്തൽ പ്രക്രിയ തുടർന്ന് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. തെറ്റായ ഒരുപാട് പ്രവണതയുണ്ട്. ഞാനിപ്പോൾ അതൊന്നും ഇവിടെ വിശദീകരിക്കുന്നില്ല. ആ തെറ്റായ പ്രവണതകളെല്ലാം പാർട്ടി രാഷ്ട്രീയ നിലപാട് വെച്ചുകൊണ്ട് 2 പ്രധാനപ്പെട്ട കാര്യമാണ്. 1 മെറിറ്റ്, 2 കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ. ഇത് രണ്ടും വളരെ പ്രധാനമായിട്ട് മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാണ് പാർട്ടി മുന്നോട്ടേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ എന്തെങ്കിലും കാര്യം താൽക്കാലിക ലാഭം അടിസ്ഥാനപ്പെടുത്തി പാർട്ടിയെ ആകെ കൈകാര്യം ചെയ്ത് മുമ്പോട്ടേക്ക് പോകാം എന്നെല്ലാമുള്ള ശ്രമങ്ങളുണ്ട്. ആ ശ്രമത്തിനൊന്നും വഴങ്ങാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധിക്കില്ല. ശരിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പാർട്ടി മുന്നോട്ടേക്ക് പോകണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തെറ്റായ ഒരു പ്രവണതക്കും ഈ പാർട്ടി കീഴടങ്ങില്ല. അങ്ങനെ വന്നാൽ ഇപ്പോൾ കരുനാഗപ്പള്ളി സമ്മേളനം ചെയ്തതുപോലെ ഞങ്ങൾ പറഞ്ഞു ആ സമ്മേളനം നടത്തേണ്ടിയില്ല. ആ സമ്മേളനം നടത്തിയില്ല. കരുനാഗപ്പള്ളിയിൽ നിന്ന് ഒരാളെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ജില്ലാ കമ്മിറ്റിയിലേക്ക് എടുത്തില്ല. എന്ത് തോന്നിയാസം ചെയ്താലും അതിലൊന്നും ഈ പാർട്ടി ചോദിക്കാനും പറയാനും ആളില്ല എന്ന് ധരിച്ച് പുറപ്പെട്ട ചില ആളുകളുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ് ഈ ഉത്തരം. ഒരാളും പാർട്ടിക്ക് മേലെയല്ല. പാർട്ടി ശരിയായ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുമ്പോൾ നേതാവായി നടക്കുന്ന ചില ആളുകളുടെ ധാരണ ഞാനില്ലെങ്കിൽ ഈ പാർട്ടി ഉണ്ടാവില്ല എന്നാണ്. ഒരാളുമല്ല. ഈ പാർട്ടിയുടെ അടിസ്ഥാനം ജനങ്ങളാണ് ഈ പാർട്ടിയെ മുന്നോട്ടേക്ക് നയിച്ചത്. അവർ തന്നെയാണ് ഈ പാർട്ടിയെ ശരിയായ ദിശാബോധത്തോടെ ഇനിയും മുന്നോട്ടേക്ക് നയിക്കുക. കൃത്യമായ നിലപാട് സ്വീകരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് മുന്നോട്ടേക്ക് പോയാൽ അതിൻ്റെ ഒപ്പമാണ് ജനങ്ങൾ, അല്ലാതെ വേറെ ആരുടെയെങ്കിലും ഒപ്പമാണ് എന്ന് തെറ്റിദ്ധാരണയൊന്നും വേണ്ട. അപ്പോൾ കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മാർക്സിൻ ലെനിനിസത്തെ അടിസ്ഥാനപ്പെടുത്തി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെറിറ്റ്, അതിൻ്റെ ഒപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനുള്ള ശേഷി, കഴിവ്, അത് തന്നെയാണ് പ്രമോഷൻ്റെയും അതുപോലെ സംഘടനാ പ്രവർത്തനത്തിൻ്റെയും ഭാഗമായി അളവുകോലായിട്ട് ഞങ്ങൾ കാണുന്നത്. ആ രീതിയാണ് സഖാവ് കെ കുഞ്ഞിരാമേട്ടൻ ഈ പാർട്ടിയെ മുന്നോട്ടേക്ക് നയിച്ചിട്ടുള്ളത്. ഈ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സംഘടനാ രീതിയുടെ ഭാഗമായി സഖാവ് കുഞ്ഞിരാമേട്ടനെ പോലെയുള്ള സഖാക്കൾ നടത്തിയ ഉജ്ജ്വലമായ സംഘടനാ രംഗത്തെ അതുപോലെ രാഷ്ട്രീയ മേഖലയിലുള്ള പോരാട്ടമുണ്ട്. ആ പോരാട്ടത്തിന് കേരളത്തിലെ ജനങ്ങളുടെ പിന്തുണയുണ്ട്. ഇന്ത്യയിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ പിന്തുണയുണ്ട്. ആ പിന്തുണയിലൂടെ നമുക്ക് ഈ പാർട്ടിയെ മുന്നോട്ടേക്ക് നയിക്കാൻ ആവണമെന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സഖാവ് കെ കുഞ്ഞിരാമേട്ടൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് വത്സൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ ഈ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ അനുശോചനം നമ്മളെല്ലാം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ടും സ്മാരക സ്തൂപം അനാച്ഛാദനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.